നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു പുതിയ സെറ്റപ്പൊക്കെ ആയിട്ട് വന്നേക്കുന്നത്, ഒരു ഫുൾ സ്ലീവ് ബ്ലൗസൊക്കെ ആയിട്ട് വന്നേക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമായ ഈ കോസ്റ്റ്യൂം? ഇതെനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു സാരിയാണ്. കാര്യം ഈ സാരിയുടെ പ്രത്യേകത എന്താ അറിയാമോ? ഇത് അനീറ്റ കുട്ടിക്ക് ആദ്യമായിട്ട് ഉടുക്കാൻ വേണ്ടിയിട്ട് കുറേ സാരികൾ മേടിച്ചതിൽ ഒന്നാണ്. പക്ഷെ ഞാനാണ് ഉടുത്തതെന്ന് മാത്രം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ 2026 എങ്ങനെ ഭാഗ്യവർഷമാക്കാം, ഇതാണ് നമ്മൾ നോക്കാൻ പോണേ. എത്ര പേർക്ക് 2026 ഒരു ലക്ഷ്യങ്ങളൊക്കെ നിശ്ചയിച്ച് ഈ ഒരു വർഷം എനിക്ക് എൻ്റെ ലൈഫ് പൊടിക്കണം എന്ന ആഗ്രഹമുള്ള ആൾക്കാരുണ്ട്? ഒന്ന് ചാറ്റ് ബോക്സിലേക്ക്, ഒന്ന് കമൻറ്റിൽ വന്നിട്ട് നിങ്ങളുടെ ആഗ്രഹമൊക്കെ എഴുതുമോ? കാര്യേ ലൈഫിൽ പല ആൾക്കാർക്കും അങ്ങനെ ഒരു ആഗ്രഹം പോലും ഇല്ല എന്നുള്ളതാണ് സത്യം. അപ്പം നമ്മളൊരു കാര്യം മനസ്സിലാക്കണ്ടേ, നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ നേടണമെങ്കിൽ നമുക്ക് എന്താ വേണ്ടേ? നമുക്ക് ആദ്യം എന്താ വേണ്ടത് എന്ന് ഒരു ക്ലാരിറ്റി ഉണ്ടാവണം. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ടേ, ഞാൻ വളരെ ചെറുപ്പത്തിൽ തന്നെ എൻ്റെ ഒരു റോൾ മോഡൽ എന്ന് പറയുന്നത് എൻ്റെ അമ്മായിയായിരുന്നു, ഡാഡിയുടെ പെങ്ങള്. അപ്പോൾ ഇവരുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഓരോ വർഷവും ഞങ്ങളുടെ വീട്ടിൽ വരും. കാര്യം കാനഡയിലാണ് അവർ. അപ്പോൾ വരുമ്പോൾ അവരുടെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങളുടെ ഒരു ഗ്രാമമാണ്. ഗ്രാമത്തിൻ്റെ പ്രത്യേകത നിങ്ങൾക്ക് അറിയാമല്ലോ, നല്ല രീതിയിലേക്ക് വളരെ നല്ല മനുഷ്യരുടെ ഒരു കൂട്ടമാണ്. അപ്പോൾ ഇതിലുള്ള പ്രത്യേകത, അന്ന് വലിയ വരുമാനമൊന്നും ആളുകൾക്കില്ല. അപ്പോൾ ആൻറ്റി എൻ്റെ മനസ്സിലേക്ക് കൊണ്ടുവന്ന പ്രതീക്ഷ എന്നറിയുമോ, ആൻറ്റി വന്ന എല്ലാ ആൾക്കാർക്കും, ഞങ്ങളുടെ റിലേറ്റീവ്സ് എല്ലാ ആൾക്കാർക്കും ആൻറ്റി കാശ് കൊടുക്കും, ഇഷ്ടംപോലെ സമ്മാനങ്ങൾ കൊടുക്കും. ആൻറ്റി വരുന്ന ആ ഒരു പീരീഡ് എന്ന് പറയുന്നത് ഞങ്ങളുടെ വീട്ടിലെ ഉത്സവകാലമാണ്. ഞങ്ങൾക്ക് പിള്ളേർക്ക് ഭയങ്കര സന്തോഷമാണ്. കാര്യം ആൻറ്റി വന്നു കഴിഞ്ഞാൽ, അന്ന് ഞങ്ങൾക്ക് എറണാകുളത്ത് മാതാ ടൂറിസ്റ്റ് ഹോം എന്ന് പറഞ്ഞൊരു ടൂറിസ്റ്റ് ഹോം ഉണ്ട്. ആൻറ്റി അവിടെ ഒരു മാസത്തേക്ക് ഒരു റൂമൊക്കെ ഉണ്ടാവും. അപ്പോൾ ആൻറ്റിയുടെ കൂടെ അവിടെ പോയി നിൽക്കാം, എല്ലാ ഹോട്ടലുകളിലും പോയിട്ട് നല്ല ഭക്ഷണം കഴിക്കാം, എന്ത് ചോദിച്ചാലും ആൻറ്റി വാങ്ങിത്തരും. അപ്പോൾ ആൻറ്റി വരുന്ന ആ ഒരു 1 മന്ത് എന്ന് പറയുന്നത് എന്നെയും ചേട്ടനെയും സംബന്ധിച്ച് എപ്പോഴും ഞങ്ങൾക്കൊരു ഉത്സവകാലമായിരുന്നു. ഉത്സവകാലത്തിൻ്റെ പ്രത്യേകത എന്താ? ഇഷ്ടംപോലെ ബലൂൺ കിട്ടും, ഇഷ്ടംപോലെ ചോക്ലേറ്റ് കിട്ടും, ഇങ്ങനെ ഭയങ്കര ഫണ്ണാണ് ആ ഒരു സമയം. അപ്പോൾ ഇതുപോലെയായിരുന്നു ആൻറ്റിയുടെ വരവ് എന്ന് പറയുന്നത്. ആൻറ്റി ഇല്ലെങ്കിൽ എന്താ, ഡാഡിയുടെ ചൂരൽ പഠിക്കുന്നുള്ള കാര്യം അതൊരു മടുപ്പിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. മമ്മിയാണെങ്കിലും ഡാഡി പറയണത് മാത്രമേ കേൾക്കുള്ളൂ. അപ്പോൾ ഇതിൽ നിന്നൊരു മോചനം കിട്ടണത് എപ്പോഴും ആൻറ്റി വരുമ്പോഴാണ്. അപ്പോൾ ആൻറ്റിയുടെ വരവിന് വേണ്ടി കാത്തിരിക്കുമായിരുന്നു ഞങ്ങൾ. ഇന്ന് തിരിഞ്ഞു നോക്കിയാൽ ഇപ്പം ആൻറ്റി ഇല്ല, ആൻറ്റി ഒരു കോവിഡിലാണ് ആൻറ്റി ഞങ്ങളെ വിട്ടുപോയത്. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ തിരിഞ്ഞു നോക്കിയാൽ ലൈഫിൽ ഇത്രയും സ്വപ്നം കാണാനും വലിയ വലിയ കാര്യങ്ങൾ നേടണം എന്നൊക്കെ വളരെ ചെറുപ്പത്തിൽ തന്നെ എൻ്റെ മനസ്സിലൊരു ക്ലാരിറ്റി കൊണ്ടുവന്നത് എൻ്റെ റോസി ആൻറ്റിയാണ്. ഞാൻ എപ്പോഴും വിചാരിക്കും, ആൻറ്റി ഇല്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ ഷീജി ഇത്രയൊക്കെ വലിയ കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ള ലെവലിലേക്ക് ഒരിക്കൽ പോലും ചിന്തിക്കുക പോലും ഉണ്ടായിരുന്നില്ല. കാര്യം ഞാൻ ഒരു സാധാരണഗതിയിൽ ഒരു കല്യാണമൊക്കെ കഴിച്ച് എന്തെങ്കിലുമൊക്കെ ആയിട്ട് ആ ഒരു പ്രാരാബ്ദമൊക്കെ വെച്ച് എൻ്റെ മമ്മിയൊക്കെ ജീവിച്ച പോലെ പോകണം എന്നൊക്കെ ആഗ്രഹിക്കുള്ളായിരുന്നു. പക്ഷേ ഇന്ന് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ വ്യക്തമായിട്ടുള്ള ലക്ഷ്യങ്ങൾ നേടാനായിട്ടുള്ള ആ ഒരു വിദ്യ എന്നെ പഠിപ്പിച്ചത് വളരെ ചെറുപ്പത്തിൽ തന്നെ എൻ്റെ ആൻറ്റിയാണ്. അപ്പോൾ എനിക്ക് തോന്നി, ആൻറ്റിയെ പോലെ പണക്കാരിയാവണം, എല്ലാ ആൾക്കാരെയും സഹായിക്കണം, എനിക്ക് എന്തിഷ്ടപ്പെട്ടാലും എനിക്ക് വാങ്ങാൻ പറ്റണം, നല്ല വലിയ വീട് വെക്കണം, ഒത്തിരി നല്ല കാറുകൾ വേണം, സ്വർണ്ണാഭരണങ്ങൾ വേണം, ഇഷ്ടംപോലെ ഡ്രസ്സ് വേണം. ഇങ്ങനെ എൻ്റെ ലിസ്റ്റ് വളരെ വലുതായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്തു എന്നറിയാമോ, ഞാൻ ഒരിക്കൽ പോലും എൻ്റെ പഠിക്കുന്ന സമയത്ത് തന്നെ എങ്ങനെ എനിക്ക് പണം ഉണ്ടാക്കാൻ പറ്റും, എങ്ങനെ എനിക്കൊരു നല്ല രീതിയിലേക്ക് എൻ്റെ കുടുംബത്തെ ഉയർത്താൻ പറ്റും എന്നുള്ളത് അന്വേഷിക്കാൻ തുടങ്ങി. അപ്പോൾ ആ ഒരു അന്വേഷണം വളരെ നേരത്തെ തന്നെ, ഐ തിങ്ക് ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ കാനഡയിൽ പോകണം എന്നുള്ള ലക്ഷ്യത്തിൽ പാസ്പോർട്ട് എടുത്തു. അപ്പോൾ ഇങ്ങനെ ഓരോ ഡിസിഷൻസും എനിക്ക് ഒരു നല്ല വ്യക്തമായിട്ടുള്ള കാഴ്ചപ്പാടുകളോടെ, വ്യക്തമായ ലക്ഷ്യങ്ങളോടെ ഓരോ ദിവസവും എന്നിൽ വർക്ക് ചെയ്യാനായിട്ടുള്ള നല്ലൊരു ലക്ഷ്യങ്ങൾ കൊണ്ടുവന്ന് വെച്ച് എന്നിൽ വർക്ക് ചെയ്യാനൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു എൻ്റെ പഠനകാലത്തിൽ എനിക്ക് ലഭിച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഇപ്പോൾ സമ്പത്ത് സൃഷ്ടിക്കണം എന്ന് നമ്മൾ ആഗ്രഹിക്കുമ്പോൾ നമുക്ക് എന്ത് വേണം? നമ്മൾ വിചാരിക്കണം എനിക്ക് അതിനുള്ള കേപ്പബിലിറ്റീസ് ഉണ്ട്, അല്ലെങ്കിൽ ആ കേപ്പബിലിറ്റീസ് ഞാൻ പഠിക്കും, ഞാനൊരു സമ്പന്നനാകും എന്ന് നമ്മുടെ ഉള്ളിൽ വിശ്വസിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാര്യം എന്താണെന്നറിയാമോ, നമ്മുടെ ഉള്ളിൽ വിശ്വസിക്കാത്ത ഒരു കാര്യവും നമ്മുടെ ലൈഫിൽ ഫിസിക്കൽ വേൾഡിൽ റിയാലിറ്റി ആവാറില്ല. അപ്പോൾ കിട്ടണമെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താ?
അതിനെനിക്ക് അർഹതയുണ്ട്, എനിക്ക് വളരെ നല്ല രീതിയിൽ ജീവിക്കാനായിട്ടുള്ള അർഹതയുണ്ട്, ഞാൻ ആ അർഹത നേടും. ഓരോ ദിവസവും ഇന്നലത്തെ ഷീജയിൽ നിന്ന് ഇന്നത്തെ ഷീജ ബെറ്ററായിരിക്കും, ഒരിക്കലും താഴെ പോവില്ല. ആ ഒരു പ്ലഡ്ജ് ഞാൻ എന്നോട് പറഞ്ഞതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഇപ്പം 52 വയസ്സ് കഴിഞ്ഞു. ജീവിതത്തിൽ ഒരിക്കൽ പോലും എൻ്റെ ഒരു എനർജിയെ, എത്ര ടോക്സിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പിൽ പോയി പെട്ടിട്ടുണ്ട്, പല പല മോശമായിട്ടുള്ള സാഹചര്യങ്ങളിൽ പോയി പെട്ടിട്ടുണ്ട്. കാര്യം എന്താ, നമ്മുടെ വൈബ്രേഷൻ താഴ്ന്ന ഇഷ്ടം പോലെ കള്ളന്മാർ നമ്മുടെ ലൈഫിലേക്ക് കയറി വരും. അപ്പോൾ ഈ കള്ളന്മാർ വന്ന് കയറുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കും, നമ്മൾ വീണ്ടും 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 നമ്മളൊരു വല്ലാത്തൊരവസ്ഥയിലേക്ക് മൂവ് ഔട്ട് ചെയ്യും. പരാജയത്തിൻ്റെ മണം അറിഞ്ഞിട്ടുണ്ട്, ജീവിതത്തിൽ ഒറ്റപ്പെടലിൻ്റെ മണം അറിഞ്ഞിട്ടുണ്ട്. ഇവയൊക്കെ സത്യത്തിൽ കൂടുതൽ ലക്ഷ്യങ്ങളിലേക്ക് പോകാനായിട്ടുള്ള ശക്തിയാക്കാനാണ് ഞാൻ എൻ്റെ ഒരു ബിസിനസ് ജേർണിയിൽ ഞാൻ ഉപയോഗിച്ചത്. അല്ലാതെ എൻ്റെ ഒരു മനസ്സിനെ തകർക്കാനോ എൻ്റെ മനസ്സിലെ സ്വപ്നങ്ങളെ മൂടി വയ്ക്കാനോ അല്ല. തികച്ചും എന്തൊക്കെ ഫെയിലിയേഴ്സ് വന്നിട്ടുണ്ടെങ്കിലും ആ ഫെയിലിയേഴ്സിൽ നിന്ന് എന്ത് പാഠം എനിക്ക് പഠിക്കാൻ പറ്റും, എങ്ങനെ ഈ ഒരു സെയിം മിസ്റ്റേക്ക് വരുത്താതെ ഇനി എങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റും. ഈ ഒരു പോസ്റ്റ്മോർട്ടമാണ് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരാളായിട്ട് മാറാനായിട്ട് എന്നെ സഹായിച്ചത്. അപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞത് 2026 ഭാഗ്യവർഷം ആക്കണമെങ്കിൽ നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ ജീവിതത്തെ അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിനെ ഒരു പൂന്തോട്ടമായിട്ട് കാണണം. ഈ ഒരു പൂന്തോട്ടം ഏറ്റവും നല്ല രീതിയിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ എന്ത് ചെയ്യണം, നിങ്ങൾ അതിൻ്റെ അകത്തിടുന്ന ഓരോ വിത്തും ഏതൊക്കെ ചെടിയുടെ വിത്താണ് വേണ്ടത് എന്ന് പ്ലാൻ ചെയ്ത് അതിടാൻ പറ്റണം. വിത്തിട്ടാൽ മാത്രം കാര്യമുണ്ടോ, വെള്ളം ഒഴിക്കണം, കളകൾ പറിച്ച് കളയണം, അതിനെ വളരെ നന്നായിട്ട് പരിപാലിക്കണം. അപ്പോഴാണ് ആ ഒരു പൂന്തോട്ടം മനോഹരമായിട്ടുള്ള പൂന്തോട്ടമായിട്ട് ഇരിക്കുള്ളൂ. അപ്പം ഇതുപോലെ തന്നെയാണ് നമ്മളുടെ ജീവിതത്തിൽ നമ്മൾക്ക് ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ലൈഫ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ പോസിറ്റീവ് ചിന്തകൾ സമൃദ്ധമായിട്ട് വളരുന്ന ഒരു മനസ്സ് നമ്മൾ ആദ്യം ക്രിയേറ്റ് ചെയ്യണം. കാര്യം എന്താണ്, ഈ പോസിറ്റീവ് ചിന്തകൾ നല്ല വിത്തുകളെ പോലെയാണ്. അത്രയും ഫെർട്ടൈൽ ആയിട്ടുള്ള ലാൻഡിലേക്ക് ഏറ്റവും നല്ല വിത്തിട്ട എന്ത് സംഭവിക്കും, എല്ലാ വിത്തും മുളയ്ക്കും ഇല്ലേ. അപ്പം നമ്മൾ നമ്മളുടെ മൈൻഡിനെ എത്രയും പോസിറ്റീവായിട്ടാണ് നമ്മൾ കൊണ്ടുപോകണമെങ്കിൽ നമ്മൾ എന്ത് വിത്തിട്ടാലും അത് 100% മുളയ്ക്കും, വലുതാകും, നമ്മൾക്ക് വീണ്ടും വീണ്ടും അതിൽ നിന്ന് ഒത്തിരി ഫ്രൂട്ട്സ് കിട്ടും, പിന്നെയും അത് ചെടികളായിട്ട് മാറും. അപ്പം ഇതുപോലെ തന്നെയാണ് നമ്മുടെ ലൈഫ്. അപ്പം നിങ്ങൾ മനസ്സിലാക്കുക, അതിന് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ ജീവിതത്തെ പോസിറ്റീവായിട്ട് കാണണം. എന്ത് സംഭവിച്ചാലും അതിൽ ഫോക്കസ് ചെയ്യാൻ പാടില്ല. ആ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾക്ക് നിങ്ങൾ ഒരിക്കൽ പോലും ആ നെഗറ്റീവ് തോട്ടിന് ഒരു ചെറിയൊരു കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ ഫോക്കസ് പോലും നിങ്ങൾ കൊടുക്കാൻ പാടില്ല. നമുക്ക് എന്താണോ വേണ്ടത് അതിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യാം. നമ്മൾക്ക് എങ്ങനെ ഇന്നലത്തതിൽ നിന്ന് ഇന്ന് നന്നാവാൻ പറ്റും അത് മാത്രം ചിന്തിക്കാം. അപ്പം ഇങ്ങനെയുള്ളൊരു ചിന്ത വെക്കുന്ന ഒരാൾക്ക് മാത്രമേ ഓരോ വർഷം കഴിയും തോറും അവൻ്റെ ലൈഫിൽ മെച്ചപ്പെട്ട പ്രവർത്തനങ്ങളാവാം, മെച്ചപ്പെട്ട റിസൾട്ട് ആവാം, അൾട്ടിമേറ്റ് അവനൊരു ലെഗസി ക്രിയേറ്റ് ചെയ്യുന്ന ലെവലിലേക്ക് മൂവ് ഔട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം അത് മനസ്സിലാക്കുക. ഭാഗ്യവർഷം ആകണമെങ്കിൽ നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി ഉണ്ടാവണം, ഒരു ഗോൾ ഉണ്ടാവണം. ഇതൊന്നും ഇല്ലാത്തവർക്ക് ഒരു രക്ഷ ഉണ്ടാവില്ല. അപ്പം നിങ്ങൾക്ക് ഈ ഒരു ഗോളൊക്കെ ഉണ്ടാക്കിയിട്ട് എങ്ങനെ അച്ചീവ് ചെയ്യണം, എന്നെ ആരും സപ്പോർട്ട് ചെയ്യാനല്ലോ, ഇങ്ങനെയൊക്കെ വിഷമമുണ്ടോ? ഒരു കുഴപ്പമില്ല, ധൈര്യമായിട്ട് ഇങ്ങോട്ട് പോരൂ. ലൈഫ് കോച്ച് ഇത് എന്തിനു വേണ്ടി ഇരിക്കണമെന്ന് അറിയാമോ? നിങ്ങളെ എംപവർ ചെയ്യാൻ, നിങ്ങളെ ഗൈഡ് ചെയ്യാൻ, നിങ്ങളെ കോച്ച് ചെയ്യാൻ, നിങ്ങളെ ഒറ്റയ്ക്കല്ല നിങ്ങളെ ഏറ്റവും നല്ല രീതിയിലേക്ക് സപ്പോർട്ട് ചെയ്യാനും ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഫ്രീഡമുള്ള നിങ്ങളുടെ ഓൺ ചോയ്സിൽ നിങ്ങളുടെ ഓൺ ടേംസിൽ ജീവിക്കുന്ന ഇമോഷണലി ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു 1 മില്യൺ ഫാമിലിയെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ലൈഫ് കോച്ച് ഷിജയുടെ മിഷൻ. അപ്പം നിങ്ങൾക്ക് സപ്പോർട്ട് വേണം, നിങ്ങളുടെ കരിയർ ഗ്രോത്ത് വേണം, നിങ്ങളുടെ ഒരു ഹാപ്പിനെസ് ഉള്ള ഒരാളായിട്ട് മാറണം, ഒരു പോസിറ്റീവായിട്ടുള്ള ഒരാളായിട്ട് മാറണം. എന്ത് സംഭവിച്ചാലും അതിൻ്റെ റെസ്പോൺസിബിലിറ്റി എടുത്ത് ഒരു ക്രിയേറ്റർ ആവണം എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഞങ്ങളുടെ 1 മന്ത് പ്രോഗ്രാമിൽ വരാം. 1 മന്ത് പ്രോഗ്രാം നിങ്ങൾ ലൈഫ് കോച്ച് ഷിജയുടെ ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക് ഒക്കെ ശരിക്കും ഫോളോവേഴ്സ് ആണെങ്കിൽ ഒരു 100 പേർക്ക് ഞാൻ 50% ഓഫ് തന്നെ ഉണ്ട്. എല്ലാവർക്കും ഇല്ല കേട്ടോ. കാര്യം എൻ്റെ ഒരു മാസത്തെ ക്ലാസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് 25 മണിക്കൂറാണ് ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നത്. ഈ ഒരു 25 hours ഒക്കെ പഠിപ്പിക്കുമ്പോൾ എനിക്ക് പൈസ ഇല്ലാതെ പഠിപ്പിക്കാൻ പറ്റില്ല.
കാര്യം നല്ല എഫേർട്ടുണ്ട്. എവരി ഡേ ലൈവായിട്ട് പഠിപ്പിക്കുന്നു. അതിനൊപ്പം നിങ്ങൾക്ക് എന്ത് സംശയമുണ്ടെങ്കിലും ആ സംശയത്തിന് ആ ക്ലാസ്സിൽ വെച്ചിട്ട് തന്നെ ആൻസർ പറഞ്ഞു തരുന്നു. അപ്പോൾ അത്രയധികം നിങ്ങളെ ഗ്രൂപ്പ് കോച്ചിങ് ആണെങ്കിൽ പോലും പേഴ്സണലി ഓരോ ആൾക്കാരെ അഡ്രസ്സ് ചെയ്തിട്ടാണ് മൂവ് ഔട്ട് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്രയും വാല്യൂ പ്രൊവൈഡ് ചെയ്തിട്ടാണ് എൻ്റെ ഓരോ ക്ലാസ്സുകളും കഴിഞ്ഞ 3.5-4 വർഷമായിട്ട് പോണേ. എൻ്റെ ക്ലാസ് 199 തൊട്ട് തുടങ്ങിയതാണ്. ഈ 199 വന്ന ആൾക്കാർക്ക് പോലും അവരുടെ കോടികളുടെ കടം തീർന്നിട്ടുണ്ട്. അപ്പം ഞാൻ നിങ്ങൾ മനസ്സിലാക്കണം, ഒരു ക്ലാസ്സിന് അത്രയധികം നിങ്ങളെ ഇമ്പാക്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത്. പക്ഷെ നിങ്ങൾ നിങ്ങളെ വിശ്വസിക്കുകയും ഒരു ട്രാൻസ്ഫോർമേഷൻ വേണം എന്ന് ആഗ്രഹിക്കുകയും ചെയ്താത്ത ഒരാൾക്കും ലൈഫിൽ ഒന്നും നേടാൻ പറ്റില്ല. കാര്യം നമ്മൾക്ക് നന്നാവണമെങ്കിൽ അവനവനിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴാണ് നമ്മളുടെ വരുമാനം കൂടുന്നത്, നമ്മുടെ കരിയർ ഗ്രോത്തിലേക്ക് പോണത്, നമ്മൾ സ്കിൽഡ് ആവണത്. അപ്പോൾ ഇതൊക്കെ എന്താണ്? ഇതൊക്കെ ഒരു ലൈഫ് സ്റ്റൈലാണ്, അല്ലാതെ ഒരു കാര്യം നേടാൻ വേണ്ടിയിട്ട് ചെയ്യണ ഒരു റിച്വൽ അല്ല. ദിസ് ഈസ് എ ലൈഫ് സ്റ്റൈൽ. നിങ്ങൾ പറയൂലേ, എൻ്റെ ഒരു വലിയ ആഗ്രഹമാണ് ഒരു റൈറ്റർ ആവുക എന്നുള്ളത്. അപ്പോൾ എൻ്റെ ഒരു എഴുത്തുകാരി ആവണം എന്നുള്ളൊരു ആഗ്രഹം ഞാൻ വെച്ചപ്പോൾ ഞാൻ എന്താ ചെയ്തതെന്നറിയാമോ? ആദ്യം ഞാൻ തീരുമാനിച്ചു, എവരി ഡേ 1 മണിക്കൂർ 2 മണിക്കൂർ ഞാൻ എല്ലാ ദിവസവും വായിക്കും. എല്ലാ ദിവസവും വായിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാനൊരു കാര്യം ചെയ്യും, എവരി ഡേ എഴുതും. ഇതെൻ്റെ ഒരു ശീലമാക്കി മാറ്റി. അപ്പോൾ ഇപ്പോൾ എന്താ സംഭവിക്കണേ? ഞാനിപ്പോൾ 3 ബുക്കുകൾ എഴുതി കഴിഞ്ഞു. അപ്പോൾ ആ ഒരു ബുക്ക് ഇപ്പോൾ ഒരു ബുക്ക് എൻ്റെ ആമസോണിൽ ബെസ്റ്റ് സെല്ലറായിട്ടുണ്ട്. ശുഭചിന്ത നൽകിയ വിസ്മയം എന്നുള്ളതാണ്. അതിൻ്റെ ഇപ്പോൾ 2nd എഡിഷൻ വരാൻ പോവാണ്. എഗെയിൻ ഇംഗ്ലീഷ് വരാൻ പോകുന്നു. എഗെയിൻ ശുഭചിന്ത നൽകിയ വിസ്മയത്തിൻ്റെ 2nd ബുക്ക് പാർട്ട് വരാൻ പോകുന്നു. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ തിരിഞ്ഞു നോക്കിയാൽ ഈ ഒരു കഴിഞ്ഞ 5 വർഷക്കാലം ഞാൻ എൻ്റെ ഒരു നല്ല എഴുത്തുകാരി ആവണം എന്നൊരാഗ്രഹം വെച്ച് വെറുതെ ഇരുന്ന വല്ലതും നടക്കുമായിരുന്നോ? ഞാൻ അതിനു വേണ്ടിയിട്ട് എഴുതാൻ തുടങ്ങി, വായിക്കാൻ തുടങ്ങി. ഒപ്പം എൻ്റെ ബുക്ക് വാങ്ങാൻ വേണ്ടിയിട്ട് എൻ്റെ ഒത്തിരി അധികം ആൾക്കാരെ ഫ്രീ ആയിട്ട് കോച്ച് ചെയ്യാൻ തുടങ്ങി. ഇന്ന് തിരിഞ്ഞു നോക്കിയാൽ 25,000 സ്റ്റുഡൻസ് എങ്കിലും എൻ്റെ ക്ലാസ്സുകളിൽ വന്നിട്ടുണ്ട്. എൻ്റെ വീഡിയോസ് കാണുന്ന ആൾക്കാർ ഒത്തിരി അധികം ആൾക്കാരുണ്ട്. എവിടെ ചെന്നാലും മലയാളികൾ എന്നെ ഏറ്റവും നല്ല രീതിയിൽ തിരിച്ചറിയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ എന്തുകൊണ്ടാണ്? ഞാൻ എന്നെ വിശ്വസിക്കുകയും എന്നിൽ ഇൻവെസ്റ്റ് ചെയ്യുകയും എൻ്റെ ഒരു 24 മണിക്കൂറിൽ ഞാൻ പണ്ട് ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളുടെ 80%നോടും നോ പറഞ്ഞിട്ട് ഒരു 20% കാര്യങ്ങളാണ് ഞാൻ ഏറ്റവും പ്രൊഡക്റ്റീവായിട്ട് ചെയ്യുന്നത്. ആ കാര്യങ്ങൾ മാത്രം ഫോക്കസ് ചെയ്യുന്ന ലെവലിലേക്ക് ഞാൻ മാറിയപ്പോൾ ലൈഫ് മാറിയിട്ടുണ്ട്. അപ്പോൾ അവനവനിൽ ഇൻവെസ്റ്റ് ചെയ്യാത്ത ഒരാൾക്കും ലൈഫിൽ വലിയ വലിയ സക്സസ്സോ മാസീവായിട്ടുള്ള സക്സസ് ഉള്ള ഒരാളായിട്ട് മാറാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ പേഴ്സണൽ ഡെവലപ്മെൻറ്റ് ഇൻവെസ്റ്റ് ചെയ്യാത്ത ഒരാൾക്കും ഒരു ഭാഗ്യമുള്ള ലൈഫൊന്നും ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. അല്ലാത്ത ആൾക്കാർക്ക് എന്ത് സംഭവിക്കും? ഒരു ബില്ലടച്ച് പോകാം, അത്യാവശ്യം ജീവിക്കാം, അത്രയും മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു വരുമാനത്തെ 10x ആക്കണമെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ക്ലാസ്സുകളിൽ വരിക, ഡയമണ്ട് മെമ്പർഷിപ്പിലേക്ക് മൂവ് ഔട്ട് ചെയ്യുക. അപ്പോൾ ഞാൻ നിങ്ങളെ 5 വർഷമാണ് നിങ്ങളെ ഞാൻ ഹാൻഡ് ഹോൾഡ് ചെയ്യുക. ഒത്തിരി അധികം പ്രോഗ്രാംസിലൂടെ എവരി ഡേ ഞാൻ നിങ്ങളുമായിട്ട് ലൈവായിട്ട് നിങ്ങളുടെ ഓരോ പ്രശ്നങ്ങളിലും നിങ്ങളുടെ കൂടെ ഉണ്ടാവുന്ന ലെവലിൽ നിങ്ങളെ ആ ഒരു ജീവിതം എന്ത് പ്രശ്നം ഉണ്ടെങ്കിൽ പോലും, ഇപ്പോൾ റിലേഷൻഷിപ്പ് ആവാം, വരുമാനം ഉണ്ടാക്കാനായിട്ട് മൾട്ടിപ്പിൾ ഇൻകം ഉണ്ടാക്കാനായിട്ടുള്ളതാവാം, എഗെയിൻ നിങ്ങളെ കടം ഒഴിവാക്കി വിവേകത്തോടെ ജീവിക്കാനാവാം, ഒരു ഡിസിപ്ലിൻ ഉള്ള ഒരാളായിട്ട് മാറാനാവാം, എഗെയിൻ എങ്ങനെ നിങ്ങൾക്ക് നല്ലൊരു കമ്മ്യൂണിറ്റി. പല ആൾക്കാരുടെയും പ്രശ്നമാണ് എനിക്കൊരു സപ്പോർട്ടില്ല. അപ്പോൾ ഒരു നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ എന്താ? നെറ്റ്വർക്കാണ്. ഇപ്പോൾ എൻ്റെ ഒരു കമ്മ്യൂണിറ്റിയിലേക്ക് വരുമ്പോൾ ഏതാണ്ട് 30 രാജ്യത്തുള്ള സ്റ്റുഡൻസാണുള്ളത്. അപ്പോൾ ഇത്രയും പവർഫുള്ളായിട്ടുള്ള വേൾഡിലെ തന്നെ ഒരു 30 കൺട്രീസിൽ നിന്നുള്ള സ്റ്റുഡൻസ് നമ്മുടെ കമ്മ്യൂണിറ്റിയിലുണ്ട്. അത്രയും നല്ലൊരു നെറ്റ്വർക്ക് ആണ് നമ്മളുടെ ഈ ഒരു പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾ തന്നെ മനസ്സിലാക്കുക, വ്യത്യസ്ത മേഖലയിലുള്ള പല പല ആൾക്കാരുമായിട്ട് കൊളാബറേറ്റ് ചെയ്യാൻ, ഏറ്റവും നല്ല രീതിയിലേക്ക് ഐഡിയാസ് കിട്ടാൻ എന്നൊക്കെ നിങ്ങളെ സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള രീതിയിലേക്ക് സ്മാർട്ടായിട്ട് റിസ്ക് എടുത്ത് ജീവിതത്തെ വിവേകത്തോടെ കൂടെ കൊണ്ടുപോകുമ്പോഴാണ് ഓരോ വർഷവും നമ്മൾക്ക് ഏറ്റവും മികച്ച ഒരാളായിട്ട് മാറാൻ പറ്റണം. അപ്പം മനസ്സിലാക്കുക, എന്തെങ്കിലുമൊക്കെ ക്രിയേറ്റ് ചെയ്തില്ലെങ്കിൽ നമ്മുടെ ലൈഫ് കൊണ്ട് ഒരു ഉപകാരവും ഇല്ല. അപ്പോൾ ക്രിയേഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അല്ലാതെ നമ്മളിപ്പോൾ നമ്മുടെ അച്ഛനും അമ്മയും ഉണ്ടാക്കിയ കാര്യങ്ങൾ കൊണ്ട് യൂസ് ചെയ്യുന്നു, അത് വെച്ച് നമ്മൾ ജീവിക്കുന്നു എന്ന് പറയുന്നതിന്
വലിയൊരു കാര്യമൊന്നുമില്ല. പക്ഷെ അവനവൻ്റെ ഒരു ക്രിയേഷൻ, ഞാൻ എനിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ എൻ്റെ ഒരു ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് എന്ന് നമ്മൾക്ക് തന്നെ അഭിമാനമുള്ള ഒരു ലൈഫ് ജീവിക്കുമ്പോഴാണ് നമ്മുടെ ലൈഫിനൊരു അർത്ഥം ഉണ്ടാവണേ. അപ്പം നിങ്ങൾക്ക് 2026 ഭാഗ്യവർഷം ആവട്ടെ. അതിനുവേണ്ടി എന്ത് ചെയ്യുക? പണത്തെ റെസ്പെക്റ്റ് ചെയ്യുക, പണത്തെ ഇഷ്ടപ്പെടുക. പണം ഉണ്ടാക്കുക എന്ന് പറയുന്നത് എന്താണ്? ഒരു അഭിമാനമുള്ള കാര്യമാണ്. മൂല്യമുള്ള പ്രവർത്തനങ്ങളിലൂടെ കാശുണ്ടാക്കുക. എഗെയിൻ പൈസ കൊടുക്കുമ്പോൾ സന്തോഷത്തോടെ കൊടുക്കുക. അതിന് എന്ത് പറയുക? അടുക്കാറ്റം മണി. പൈസ കിട്ടുമ്പോഴും അത് എന്ത് ചെയ്യുക? അതിനെ അത്രയും സന്തോഷത്തോടെ റിസീവ് ചെയ്യുക. അല്ലാതെ പൈസ കൊടുക്കുമ്പോൾ ഇങ്ങനെ തിരുമ്മി കൊടുക്കുക, കിട്ടുമ്പോഴത്തേക്കും വേറെ ആൾക്ക് കൊടുക്കാതെ ഒളിച്ചു വെക്കുക, പിടിച്ചു വെക്കുക. ഇങ്ങനെയുള്ള ആൾക്കാർക്കൊന്നും പൈസ ഉണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെയുള്ള എനർജി നമ്മൾ അലൈൻ ചെയ്യുമ്പോഴാണ് നമ്മളൊരു ഹൈ എനർജി ഉള്ള ഒരാളായിട്ട് മാറുകയും നമ്മുടെ ഗോളിലേക്ക് നമ്മളുടെ ആ ഒരു അലൈൻമെൻറ്റ് വരികയൊക്കെ ചെയ്യുമ്പോഴാണ്, നമ്മുടെ വൈബ്രേഷൻ ഉയരുമ്പോഴാണ് ജീവിതത്തിൽ എന്തും നേടാൻ പറ്റുന്ന ലെവലിലേക്ക് ഒരു മാഗ്നറ്റ് പോലെ നമ്മൾക്ക് എല്ലാം അട്രാക്ട് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പോൾ ലോ ഓഫ് അട്രാക്ഷൻ പഠിക്കണം, നിങ്ങളുടെ ലൈഫ് എഫേർട്ട്ലെസ് ആക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ നമ്മളുടെ ഈ കാണുന്ന നമ്പറിലൊന്ന് ബന്ധപ്പെട്ടാൽ മതി. പ്രീ ബുക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഓരോ മാസവും നമ്മളുടെ വർക്ക്ഷോപ്പുകളിലേക്ക് വരാം, പഠിക്കാം. നിങ്ങൾ എത്ര സ്ട്രക്കാണെങ്കിലും എഫേർട്ട്ലെസ് ആയിട്ട് എങ്ങനെ ജീവിക്കാം എന്ന് പറഞ്ഞുതരാം. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ കമൻറ്റുകൾ രേഖപ്പെടുത്താൻ മറക്കരുത്. ഹാപ്പി ന്യൂ ഇയർ. ഗോഡ് ബ്ലെസ് യു ഓൾ. ടേക്ക് കെയർ. ലവ് യു.